നിസാം ബഷീറിൻ്റെ മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെയാണ് ഈ ഒരു ചിത്രവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൈയടക്കം തന്നെയുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവെന്ന് തന്നെ പറയാം. അതേപോലെ പാർവതി, എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നു. അതേപോലെ സംഗീതവും എല്ലാം ചേർന്ന ഒരു നല്ലൊരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് ചിത്രം. ഒട്ടും മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് വാച്ച് ചെയ്യണം. എന്തായാലും എക്സ്ട്രാ ഷോസുകൾ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. നല്ല ചിത്രം, അടിപൊളി. അത് ഭയങ്കര രസമായിട്ട് നമുക്ക് ഒരു ജോണറൊന്നും പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല. ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു ത്രില്ലറാണ്, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അപ്പം അങ്ങനെ ഒരു എല്ലാ തരത്തിലും അങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. നമ്മൾ കുറേ നാളെ അങ്ങനത്തെ സിനിമ കണ്ടിട്ടും ഇതൊന്ന് നല്ല നല്ല ഫൈനസ്റ്റ് പെർഫോമൻസ് അല്ല. രാജുവിൻ്റെ ഭയങ്കര ഗംഭീര പെർഫോമൻസാണ്. ഇവർ ഭയങ്കര രസമായിട്ട് ജോലി കണ്ടുവരാണ്. പാർവതി ആൻഡ് ഹക്കിം ഭയങ്കര രസമായിട്ട്. അങ്ങനെ ഒരുപാട് നല്ല പെർഫോമൻസിൽ അശോകേട്ടൻ, ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല പെർഫോമൻസൊക്കെയുള്ള നല്ലൊരു സിനിമയാണ്. ആൻഡ് അത് നമ്മൾ കണ്ടു പരിചരിച്ച പോലത്തെ ഒരു സിനിമയല്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെറൊരു ആക്ഷൻ സിനിമ അങ്ങനെയല്ല. ഭയങ്കര ഡ്രാമയുള്ള ഫാമിലിക്കൊക്കെ ഇഷ്ടമാകുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ കാണുന്നതാണ്. ഭയങ്കര നല്ല നല്ല ക്രാഫ്റ്റുള്ള ഒരു സിനിമയാണ്. ഹോപ്പ്ഫുള്ളി എവരിവൺ ലവ്സ് ഇറ്റ്. എന്താ പറയുക, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. വളരെയധികം സന്തോഷം. അങ്ങനെ വളരെ നല്ല പെർഫോമൻസുകളും, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊരു ജോണറോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. സോഷ്യോ പൊളിറ്റിക്കൽ, എന്താ പറയുക, ഫാമിലി ഡ്രാമ, ആക്ഷൻ എല്ലാം ഉള്ളൊരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ പറയാൻ പറ്റില്ല, എന്താ പറയുക, ഇതൊരു നിസാം ബഷീർ സംഭവമാണ്. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നല്ല സിനിമയാണ്. യെസ്, നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ട്വിസ്റ്റും ടേണും ഒക്കെ ഉള്ളതായിരുന്നു. നമ്മൾ എത്തിയിരിക്കുമായിരുന്നു സീറ്റിൽ, അടുത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട്. നല്ല സൂപ്പർ സിനിമയായിരുന്നു. ഫൈറ്റ് സൂപ്പറായിരുന്നു. ഫൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റാ. ഫൈറ്റ് നല്ല ഫൈറ്റായിരുന്നു. നല്ല സിനിമ. അതെ അതെ, നോബഡി അടിപൊളിയാണ്. നോബഡി അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഒരുപാട് പൃഥ്വിരാജിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. നല്ല ഭംഗിയായിട്ട് പാർവതിയുടെയും കോംബോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളാണ് ഹൈലൈറ്റ്. ഈ സിനിമയുടെ ഹൈലൈറ്റ് കുട്ടികളാണ്. ത്രില്ലർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആണ്. എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ത്രില്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രില്ലറുമാണ്. എന്നാൽ ഒരു നല്ല ഫിലിമാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ, ഈവൻ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാലും എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സിനിമ. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല നമുക്ക് ചിരിക്കാൻ പറ്റിയ കുറേ ഡയലോഗ്സ് ഒക്കെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് നല്ലൊരു സിനിമ. പടം കുഴപ്പമില്ല, വാച്ചബിൾ, നല്ലൊരു ഫിലിം തന്നെ, നല്ലൊരു എക്സ്പീരിയൻസ് ഫിലിം തന്നെ എന്നൊക്കെ പറയാൻ പറ്റും. രാജേട്ടൻ്റെ പല പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നോബഡി ആയിട്ട് പുള്ളിക്കാരൻ എങ്ങനെ നമുക്ക് തിയേറ്ററിൽ നമുക്ക് ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിം തന്നെയായിരിക്കും.